ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഇന്ന് നമ്മളൊരു സ്വീറ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ്. ഗുലാബ് ജാമുൻ നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഈ ഒരു റെസിപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന ചേരുവകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആദ്യം നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാനുള്ള റവ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കപ്പിന് 1 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിൽ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കണില്ല, ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടും ഇത് വറുത്തെടുക്കാം. അപ്പോൾ ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റവയുടെ കളറൊന്നും മാറാൻ പാടില്ല. ഒരു 4-5 മിനിറ്റ് നേരം നമ്മളിത് വറുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങും. അതുവരെ മാത്രം ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി റവ നമ്മൾ ഈ പാനിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചൂടിലിരുന്നിട്ട് ഇതിൻ്റെ കളർ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ ഒന്ന് മാറ്റാം. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. പാല് നമ്മൾ ഒരു 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ റവ അളന്നെടുത്തിട്ടുള്ളത് ഏത് കപ്പിലാണോ സെയിം കപ്പ് തന്നെ പാലും എടുക്കണം. അപ്പോൾ 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് പാലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ പാലെടുക്കുമ്പോൾ തിളപ്പിച്ചതായാലും തിളപ്പിക്കാത്തതായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ നന്നായിട്ട് തിളപ്പിക്കും. തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മളിതിൽ റവയൊക്കെ ചേർക്കുക. ഇനി ഈ പാലിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ പാൽപ്പൊടിയിലൊക്കെ കട്ടകളുണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ പാൽപ്പൊടിയും പാലും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ അടി കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതിലിപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യ് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ പാല് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ പാൽ ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം നല്ലോണം കുറച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കൈ എടുക്കാതെ തന്നെ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ റവ പെട്ടെന്ന് തന്നെ കട്ട കിട്ടും. അപ്പോൾ പിന്നെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിന് ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ പാലൊക്കെ വറ്റിയിട്ട് റവ നന്നായിട്ട് കട്ടിയായിട്ട് വരും. അതുവരെ ഇളക്കാം. ഈ പാല് മുഴുവനും ഈ റവയിൽ നന്നായിട്ട് അബ്സോർബായിട്ട് ഈ റവ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലാവണം. അങ്ങനെയാണ് ഇത് വേണ്ടത്. അപ്പോൾ നമുക്ക് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പാലൊക്കെ ചേർത്തുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ തീയിൽ തന്നെ ഇളക്കി കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ഇത് പാനിൽ നിന്ന് വിട്ട് വരണം. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. പിന്നെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ ആവും. അപ്പോൾ ഇനി നമുക്കത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഈ റവ നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇത് കുഴച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാൻ. അപ്പോൾ ഇനി ഇതൊന്ന് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗുലാബ് ജാമുന് വേണ്ട ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പഞ്ചസാരയുടെ അളവ് നമുക്ക് എത്രയാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ പഞ്ചസാര എടുക്കേണ്ടത് നമ്മൾ നേരത്തെ റവ എടുക്കാനായിട്ട് എടുത്തിട്ടുള്ള സെയിം കപ്പ് തന്നെയാണ്. അതിന് 2 കപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ പഞ്ചസാര നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് സെയിം കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് ഗുലാബ് ജാമുന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു 3-4 ഏലക്കായ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ചതച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ഏലക്കായ ഇങ്ങനെ ചതച്ച് ചേർക്കുന്നതിന് പകരമായിട്ട് നമ്മുടെ കയ്യിൽ ഏലക്കപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. തിളച്ചിട്ട് ഒറ്റനൂൽപ്പരുവൊന്നും ആവണ്ട. തിളച്ചതിന് ശേഷം വീണ്ടും നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4-5 മിനിറ്റ് നേരം ഒന്നുകൂടി തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിക്കാവാനായിട്ട് തുടങ്ങും. അതുവരെ മാത്രം തിളപ്പിച്ചാൽ മതി. കണ്ടോ, ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി മാറിപ്പോവും. അപ്പോൾ പിന്നെ ഗുലാബ് ജാമുൻ്റെ ഉള്ളിൽ ഈ ഷുഗർ സിറപ്പ് അങ്ങനെ പിടിക്കില്ല. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം.
പിന്നെ നമുക്ക് ഗുലാബ് ജാമുന് റോസ് വാട്ടറിൻ്റെ സ്മെല്ല് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഷുഗർ സിറപ്പിന് കുറച്ചും കൂടി നല്ലൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ കുങ്കുമപ്പൂ കയ്യിലുണ്ടെങ്കിൽ 1 നുള്ളു ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ റവ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് 2 കൈയിലും കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് ഇത് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ അത് ഉരുട്ടിയെടുക്കുമ്പോൾ അതുപോലെ സോഫ്റ്റായിട്ട് തന്നെ ഉരുട്ടിയെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലാണ് ഈ ബോൾ ഉരുട്ടിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ഇതുപോലെ തീരെ വിള്ളലില്ലാത്ത രീതിയിൽ വേണം ഉരുട്ടിയെടുക്കാൻ. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ബോൾസാക്കി എടുക്കാം. ഇപ്പോഴത്തെ ആ റവ മുഴുവനും നമ്മൾ ചെറിയ ചെറിയ ബോൾസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത്രയും ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അതായത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ബോൾസ് ഓരോന്നായിട്ട് അതിലിട്ട് കൊടുക്കാം. ഇതിട്ട വശം നമ്മൾ ഇളക്കണ്ട, അത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം നമ്മളിതുപോലെ ഒന്ന് എണ്ണയിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി. അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ ഭാഗവും ഒരേ കളറായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് ഇളക്കാതിരുന്നാൽ ഒരു സൈഡ് മാത്രം കളർ ചേഞ്ച് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. ഇതിന് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് സമയമാവും, ഒരു 4-5 മിനിറ്റ് നേരം എടുക്കും. നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ടാണല്ലോ ഇത് ചെയ്യണത്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ എടുക്കും. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. ഇനി ഇത് ഫ്രൈ ആയി വന്നാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പിൽ അത് ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പിന് ചൂട് കുറവാണെങ്കിൽ ഈ സമയത്ത് അടുത്ത സ്റ്റവിൽ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നമുക്കത് ഫ്രൈ ആയി കഴിഞ്ഞാൽ അതിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഷുഗർ സിറപ്പിൽ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇനി ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ട് നമുക്കിതിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ മുഴുവൻ ഗുലാബ് ജാമുനും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ഷുഗർ സിറപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഷുഗർ സിറപ്പ് നമുക്ക് 1 മിനിറ്റ് നേരം 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഷുഗർ സിറപ്പ് ഗുലാബ് ജാമിൻ്റെ ഉള്ളിൽ നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇതിനി നമുക്ക് ഒരു 2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കണം. ഈ ചൂടോട് കൂടിയിട്ടുള്ള സിറപ്പിൽ തന്നെ ഇട്ട് വെക്കണം. അപ്പോഴാണ് ഗുലാബ് ജാമുൻ നല്ല സോഫ്റ്റായിട്ടും അതുപോലെ നല്ല ജ്യൂസി ആയിട്ടും വരുള്ളൂ. ഇപ്പോൾ ഗുലാബ് ജാമുൻ നമ്മൾ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ട് 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത്. അതുപോലെ തന്നെ ഈ ഷുഗർ സിറപ്പൊക്കെ ഉള്ളിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ജ്യൂസി ആയിട്ടുണ്ട്. അപ്പോൾ റവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് അഭിപ്രായം അറിയിക്കൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്